ആദ്യം തന്നെ എല്ലാവരോടും ഒരു സോറി പറയുകയാണ്. ഏകദേശം ഒരു 20 ദിവസത്തിന് മുകളിലായി വീഡിയോ ഇട്ടിട്ട്. അതിന് പറ്റിയൊരു സാഹചര്യമായിരുന്നില്ല. ഒന്നാമത് ഞങ്ങളിവിടെ എത്തണ വരെ ഞങ്ങൾക്ക് ഈ നെറ്റിൻ്റെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മളെ ഇൻവെർട്ടർ അടിച്ചു പോയി, അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് അവിടുന്ന് ചെയ്യാൻ കഴിയുക. നാട്ടിൽ വന്നതിന് ശേഷം ഉണ്ടായിരുന്നൊരു വെല്ലുവിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നതിന് ശേഷം നമ്മളെ ശാരീരികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് ഒരുപാട് ക്ലൈമറ്റുകൾ നമ്മൾ ചേഞ്ചായി വന്നതല്ലേ. ഒരാഴ്ചയോളം നമ്മൾ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. നമ്മളെ വെയിറ്റും അൺഹെൽത്തി വെയിറ്റ് ലോസാണ്. അത് കാരണം ശരീരത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാരണമാണ് വീഡിയോ വൈകിയത്. അപ്പോൾ ഇന്ന് മുതൽ വീഡിയോ കറക്റ്റായിട്ടുണ്ടാവും. പിന്നെ വീഡിയോ വരാതിരിക്കാനുള്ളൊരു കാരണമാണിത്. കന്യാകുമാരിയിൽ നിന്ന് കശ്മീരിലേക്കുള്ള സ്കേറ്റിംഗ് ബോർഡിലെ സാഹസിക യാത്ര അവസാനിക്കാൻ 5 ദിവസം മാത്രം ബാക്കി നിൽക്കെ അനസ് ഹാജസ് ഹരിയാനയിൽ റോഡ് അപകടത്തിൽ മരണപ്പെടുന്നു. കന്യാകുമാരിയിൽ നിന്ന് മെയ് 29 തുടങ്ങിയ യാത്രയ്ക്കാണ് വിധി വിരാമമിട്ടത്. 3600 കിലോമീറ്റർ യാത്രയിൽ ശേഷിക്കുന്നത് 300 കിലോമീറ്റർ മാത്രമായിരുന്നു. ഇന്നലെ രാവിലെ 7:30 ഹരിയാനയിലെ പഞ്ചകുളയിൽ ട്രക്കിടിച്ചാണ് അപകടം സംഭവിച്ചത്. അനസ് ഹജാസ് ഹരിയാനയിൽ പ്രവേശിച്ചപ്പോൾ പരിചയപ്പെട്ട മലയാളി സൈക്ലിംഗ് താരങ്ങളാണ് ഉച്ചയോടെ ബന്ധുക്കളെ അപകട വിവരം അറിയിക്കുന്നത്. മരണത്തിന് തൊട്ടു മുൻപ് അനസ് പങ്കുവച്ച വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹലോ ഗൈസ്, ഞാൻ അനസ് ഹജാസ്. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ സ്കേറ്റിംഗ് ബോർഡിൽ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെയും പോവുകയാണ്. ഇപ്പം ഞാനുള്ളത് ഹരിയാനയിലെ ആമ്പല എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ്. ഇത് പഞ്ചാബിൻ്റെയും ഹരിയാനയിലെയും ബോർഡറാണ്. ഇതുവരെ എല്ലാം സേഫായിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും നല്ല നല്ല ആഹാരങ്ങളും. ഇത് നമ്മുടെ അനസ് ഹാജസാണ്. എല്ലാവരും ടി വിയിലും മൊബൈലിലും ഒക്കെ ആയിട്ട് ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ഒരുപാട് പേര് സ്റ്റാറ്റസൊക്കെ ആയി മാറി ഒരു ദിവസം കൊണ്ട് ചെറുപ്പക്കാർ. പൊതുവെ നമ്മളെ നാട്ടിൽ യാത്ര പോകുന്ന ആൾക്കാരൊക്കെ പ്രാന്തന്മാരെന്ന് പറയുന്ന ഒരു സമ്പ്രദായമാണ്. അപ്പോൾ അതിലുള്ളൊരു പ്രാന്തനാണ്. പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് സങ്കടം ഉണ്ടാക്കിയ കാര്യമാണിത്. പെട്ടെന്ന്, കാരണം കുറച്ച് ദിവസം കൂടി ഉണ്ടായിരുന്നുള്ളൂ. ഒരു 4-5 ദിവസം കൊണ്ട് എത്തിപ്പെടേണ്ട ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റാത്ത ഒരിത്, അത് വല്ലാതെ വേദനിപ്പിച്ചിരുന്നു തന്നെ. അതിൻ്റെ ഒരു ഇതും കൂടി കാരണമാണ് നമുക്ക് വീഡിയോ ഇടാൻ കഴിയാത്തതുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഗുജറാത്തിൽ നിന്ന് രാജസ്ഥാനിലേക്ക് കടക്കുകയായിരുന്നു. അവിടെ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ രാജസ്ഥാൻ വിശേഷമാണ്. ഇപ്പോൾ നമ്മൾ ഉദയ്പൂരിലാണ്. ഉദയ്പൂരിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. നമ്മൾ ഒരുപാട് വിശേഷങ്ങളും ഉണ്ട്. പക്ഷെ അതിൻ്റെ മുന്നേ നമുക്ക് ഉദയ്പൂരിൻ്റെ ഒരു ഡ്രോൺ വീഡിയോ കാണാം.
ഡ്രോൺ ഷോട്ട് കാണാൻ വേണ്ടി മാത്രമല്ല നമ്മളെ വീഡിയോസ് കാണണമെന്ന് എനിക്കറിയാം. നമ്മളെ യാത്രാനുഭവങ്ങളും നമുക്കുണ്ടായ അനുഭവങ്ങളൊക്കെ അറിയാനും കാണാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമ്മളെ കുറച്ച് കാഴ്ചകളും കൂടി കാണാം. എന്തായാലും രാജസ്ഥാനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറുമ്പോൾ തന്നെ മാർബിളാണ്, മൊത്തം മാർബിളിൻ്റെ കൂടാരങ്ങളാണ് രാജസ്ഥാൻ. നമ്മളെ പച്ചക്കറി കട പോലെ, നമ്മുടെ നാട്ടിലൊക്കെ പച്ചക്കറി കട എങ്ങനെയാണോ അതേപോലെ മാർബിൾ ഷോപ്പുകൾ ഇവിടെ ഒരുപാട് മാർബിൾ ഷോപ്പുകളാണ്. അപ്പോൾ പെട്രോളിന് ഇവിടെ ഭയങ്കര റേറ്റാണ്, 109 രൂപയ്ക്ക് വരുന്നുണ്ട്. നമുക്ക് അതൊന്ന് കാണാം. പെട്രോളിൻ്റെ റേറ്റ് 109. നമ്മുടെ നാട്ടിൽ 106, ഇവിടെ 109. അപ്പോൾ രാജസ്ഥാന് വലിയ വികസനമൊന്നും ഇല്ലെങ്കിലും പെട്രോളിൻ്റെ കാര്യത്തിൽ ഭയങ്കര റേറ്റാണ് കേട്ടോ. ബാക്കിയുള്ളിടത്ത് നമ്മളെ നാട്ടിലടക്കം 106 രൂപയുള്ളൂ, ഇവിടെ 109 രൂപ വരുന്നു. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ റേറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഈ മാർബിളൊക്കെ പൊട്ടിക്കാൻ കൂടുതൽ പെട്രോൾ കൊണ്ടുപോകണം, അത് അവർക്ക് ഭയങ്കര റേറ്റ്. ഭയങ്കര കാഴ്ചകളാണ് കേട്ടോ. ഇവിടെ കൂടുതൽ ഡ്രോണിലെടുത്താലേ ഇവിടെ കൂടുതൽ കാണാൻ പറ്റുള്ളൂ, അതാണ് ഡ്രോൺ ഷോട്ടുകൾ കൂടുതൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ കോറികൾ കല്ലുകൾക്കാണ് എടുക്കണമെങ്കിൽ ഇവിടെ കൂടുതൽ മലകൾ കൂടുതൽ മാർബിളിന് വേണ്ടിയിട്ടാണ് പൊട്ടിക്കുന്നത് കേട്ടോ. എല്ലായിടത്തും പൊട്ടിച്ച് നശിപ്പിക്കൽ തന്നെയാണ് കാര്യമായിട്ട് നടക്കുന്നത്. ഒരുപാട് ചില ഭാഗങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ മുകളിൽ നിന്നൊക്കെ എടുക്കൽ കഴിഞ്ഞ് താഴത്തേക്ക് കുഴിക്കൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇന്ന് മുതൽ കറക്റ്റായിട്ട് നമ്മളെ വീഡിയോ 8 മണിക്ക് തന്നെ എല്ലാ ദിവസവും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ മാക്സിമം ആൾക്കാർ കാണുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി അങ്ങനെ ഡിലേ ഒന്നും ഉണ്ടാവാതെ നമ്മൾ നോക്കണതാണ് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ 4 പേരും ഏകദേശം നമ്മളെ വർക്കൊക്കെ സെറ്റായി കാര്യങ്ങൾക്കൊക്കെ കടന്നിട്ടുണ്ട്. നമുക്കിതൊക്കെ ചെയ്യാനും സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെ ഓൾ ഇന്ത്യ റൈഡ് പോയി വന്നതിന് ശേഷം നാട്ടിലത്തെ വീഡിയോസും നമ്മളെ എക്സ്പീരിയൻസ് അടങ്ങിയിട്ട് നമ്മളെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടുള്ള വീഡിയോസും ഉണ്ടാവണതാണ്. അപ്പോൾ എന്തായാലും നാളെ വീണ്ടും കാണാം.